നമസ്കാരം ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം UART ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ റിയൽ ടൈം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിയൽ ടൈം സീരിയൽ ക്യാപ്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഈ ഒരു റിയൽ ടൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമുക്ക് UI ഒക്കെ ചെയ്ത് ഒക്കെ ആയിട്ട് നമ്മുടേതായിട്ട് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് നമ്മുടെ പൈത്തനകത്ത് ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ബോഡിയിൽ നിന്ന് ഒരു ഡേറ്റ കോമ്പോട്ട് 5ലേക്ക് ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡേറ്റ നമുക്കിവിടെ കോഡ് എഴുതിയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വരുന്ന ഡേറ്റനെ നമുക്ക് നമ്മുടെ റിയൽ ടൈം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ആയിട്ട് ആ വരുന്ന ഡാറ്റനെ എല്ലാം സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ടൈം എല്ലാം മോണിറ്റർ ചെയ്ത് അങ്ങനെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പൈത്തൺ ഫയൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡേറ്റ ലോഗിങ് പോലെ ഒരു ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ് ഡേറ്റ വരുന്നത്. ഓൾറെഡി ഞാൻ ഒരു ഡേറ്റ അയക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രോഗ്രാം എഴുതി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ മറ്റുള്ള നമ്മുടെ എംബഡഡ് പ്രോഗ്രാം ചെയ്യുന്ന പോലെയല്ല, ഒരുപാട് ഹെഡർ ഫയലുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെഡർ ഫയൽ എന്നൊന്നും ആയിരിക്കില്ല പേര്. ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് കൊടുത്തിട്ട് ഇമ്പോർട്ട് സീരിയൽ. ഓക്കെ, സീരിയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ദെൻ നമുക്ക് ഒരു മോഡ്യൂളും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഡേറ്റ് ടൈം. ഓക്കെ, അത് വന്നു. ഇനി നമുക്ക് സീരിയൽ പോർട്ട് പോർട്ട് ഈക്വൽ ടു സീരിയൽ ഡോട്ട് സീരിയൽ ഡോട്ട് സീരിയൽ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് നമ്മുടെ കോമ്പോട്ട് എത്രയാണെന്ന് നോക്കണം. അപ്പൊ സിംഗിൾ കോട്ട്സ് കൊടുത്തിട്ട് ഞാൻ 5ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 5 എന്നിട്ട് നമ്മൾ കോമ്പോട്ട് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ റിയൽ ടൈമിൽ ചെയ്ത പോലെ തന്നെ ബോർഡ് റേറ്റ് കൊടുക്കണം. BAUDRATE ബോർഡ് റേറ്റ് ഈക്വൽ ടു 9600, കോമ നമുക്കൊരു ചെറിയ ടൈം ഡിലേ അതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ടൈം ഔട്ട് ഈക്വൽ ടു ഒരു 100 കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന വരുന്ന ഡേറ്റനെ നമുക്കൊരു ഫയലിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. നമുക്കൊരു എന്താ പറയാ, ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ഫയലിന്റെ പേര് ചെയ്യണമെങ്കിൽ നമ്മൾ SD കാർഡിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഒരു സിന്റാക്സ് ഉണ്ടാവും. അതായത് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഒരു ഡാറ്റ കൊടുക്കണമെന്ന് പറയുന്ന സിന്റാക്സ് ആണ് ഇത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അത് എങ്ങനെയാന്ന് വെച്ചാൽ വിത്ത് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക, അതിനകത്ത് ഡബിൾ കോട്ട്സ് കൊടുക്കുക,
അതിനകത്ത് നമ്മുടെ ഫയലിന്റെ പേര് കൊടുക്കുക. ഞാനിപ്പോ adc_data.txt കോമ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആസ് ഡേറ്റ നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയി, അതിനകത്തേക്ക് ഡേറ്റ ലോഗ് ചെയ്യണമെന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പം ഈ ഫയലിലേക്ക് adc_data.txt എന്ന് പറയുന്ന ഫയലിലേക്ക് ആ ഡാറ്റ വരും. അപ്പൊ നമുക്ക് അടുത്തത് ഇതിലൊരു വൈൽ, നമ്മള് സാധാരണ നമ്മുടെ എംപി ലാബിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് while 1 int main അല്ലെങ്കിൽ while of 1 അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിനകത്ത് while true എന്നാ പറയാ. അപ്പൊ while true. അതിപ്പോ രണ്ട് സ്ഥലത്തായിപ്പോയല്ലോ. while true. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ while ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് load equal to serial port dot readline എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് നമുക്കത് ഡീകോഡ് ചെയ്ത് തരണം എന്നാണ് നമ്മൾ പറയാൻ പോണത്. .decode എന്തായിട്ട് ഡീകോഡ് ചെയ്യണം? ASCII ആയിട്ട് ഡീകോഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ASCII എന്ന് കൊടുക്കാം. ASCII. അപ്പൊ ഡീകോഡ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റ ഡോട്ട് റൈറ്റ് ലോഡ് പ്ലസ് str ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഡേറ്റ് ടൈം ഡോട്ട് ടുഡേ. നമ്മൾ ഡേറ്റും ടൈമും കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഡൊക്കെ എഴുതുന്നത്. കാരണം നമുക്ക് ആ ഡേറ്റ എപ്പോ വന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ടുഡേ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഓക്കെ, ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. പ്രിന്റ് ലോഡ് date time dot od today. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇത്രയും ഉള്ളൊരു ഇത്രയും പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു URT എന്നുള്ള ഡേറ്റ നമുക്ക് നമ്മുടെ ഒരു ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയല്
സേവ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇപ്പൊ സേവ് ആയി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ adc data.txt എന്നൊരു ഫയൽ ഇവിടെ കാണുന്നില്ല. ഞാനിതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. വർക്ക് ചെയ്യുന്നില്ല. ഒന്ന് സേവ് ചെയ്ത് ഒന്നുകൂടെ സേവ് ചെയ്ത് നമുക്ക് നോക്കാം. സേവ്. സീരിയൽ ഇതിനകത്ത് എന്തോ തെറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്യാം. ഫയൽ, സേവ്, മുമ്പോട്ട് 5, ബാക്കിയൊക്കെ സെയിം തന്നെ. ഓക്കെ, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. സേവ് ചെയ്ത് ഒന്ന് സേവ് ചെയ്തു. കണ്ടോ ഡാറ്റ വരുന്നുണ്ടോ? നമ്മുടെ URT നിന്ന് വരുന്ന ഡാറ്റയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ adc_data.txt എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ആ ഫയൽ ഒന്ന് തുറന്നു നോക്കാം. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഇതിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ കാണിക്കും. നമുക്ക് തുറന്നു നോക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിവീൽ ഇൻ ഫയൽ ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫയൽ ഫോൾഡറിനകത്ത് നമ്മുടെ പൈത്തൺ ഫയലും adc ഡാറ്റ എടുത്ത ഫയലും കാണിക്കുന്നുണ്ട്. നമ്മുടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ റൺ ചെയ്ത ടൈം കാണിക്കുന്നുണ്ട്. 11/7/2023 20:37 ആ ടൈം കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഡാറ്റ വന്ന ആ ടൈം കാണിക്കുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റ കാണിക്കും. അതായത് 2023 7/11 20:37:22 നമ്മുടെ ഡേറ്റ 471 എന്നുള്ള നമ്മുടെ ഡേറ്റ കറക്റ്റ് ആയിട്ട് 471 72 അത് നമ്മുടെ adc ഡാറ്റയാണ്. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന ഏത് ടൈമിൽ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു ടൈമർ ഫംഗ്ഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷനിൽ എത്ര ടൈം ആകുമ്പോൾ കട്ട് ആവുന്നതെന്നൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് ഇപ്പം എനിക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ട് ആവണം. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ആകുമ്പോൾ കട്ട് ആയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മള് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നോക്കിയിരിക്കണം കറക്റ്റ് 5 മിനിറ്റ് വരെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്തത്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആവശ്യം വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് 1 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെ ഒരാവശ്യം വന്നു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഫയൽ റെഡിയാക്കി. അപ്പൊ അതിൽ കണക്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് ഈ adc ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് കട്ട് ആവുന്ന സമയത്ത് ആ ടൈം എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാനത് രണ്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത്ര സമയത്ത് അത് ഓൺ ആയി, ഇത്ര സമയത്ത് അത് ഓഫ് ആയെന്ന്. നമ്മൾ പ്രത്യേകം അതിന്റെ ചോട്ടിലിരിക്കേണ്ട അത് എപ്പോഴും ഓഫ് ആയെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് പിന്നെ ഇടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഷെയർ ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.